റീഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന ചാപ്റ്ററാണ്. ഇന്നത്തേത് മൂന്നാമത്തെയും അവസാനത്തെയും ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. എനിക്ക് തോന്നുന്നു നമുക്ക് പഠിക്കാനൊരു ഈ ചാപ്റ്ററിൻ്റെ ഒരു ഉദ്ദേശം തന്നെ എന്താണ്, നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം ഇപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പോയിൻ്റായിട്ട് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി മനസ്സിലാക്കി പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? രണ്ടാമത്തെ ക്ലാസ്സിൽ ജെൻഡർ റോൾസ് എന്നാൽ എന്താണ്, ജെൻഡറും സോഷ്യൽ നോംസും ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. എന്താണ് സോഷ്യൽ നോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നാൽ എന്താണെന്ന് പഠിച്ചു. ഞാനത് ഒന്നുകൂടി വിശദീകരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പോയിന്റുകളാണ് എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മീഡിയയും ജെൻഡർ സ്റ്റീരിയോ ടൈപ്പും ലാംഗ്വേജും ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞാൽ നിർത്തിയത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസിനെ പറ്റിയാണ്. ഓക്കെ, എന്താണ് നമ്മൾ ഈ ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരം വയലൻസ് അറിയാം. ഒരു ജെൻഡറിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് നേരെ നമ്മൾ നടത്തുന്ന അതിക്രമം, നമ്മളെന്നല്ല ആരെങ്കിലും നടത്തുന്ന അതിക്രമത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ? ഒരു ജെൻഡറിൽപ്പെട്ടവർക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡവറി എന്ന് പറയുന്നത് അല്ലെ, സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. കാരണം പുരുഷന്മാരല്ല സ്ത്രീധനം കൊടുക്കുന്നത്, പെൺകുട്ടിയുടെ വീട്ടുകാരാണ് സ്ത്രീധനം കൊടുക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കെതിരെ നേരിടേണ്ടി വരുന്ന ഒരു വയലൻസ് ആണ് എന്താ, ഡവറി എന്ന് പറയുന്നത്. മറ്റൊന്ന്, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ. ട്രാൻസ്ജെൻഡേഴ്സ് ആരാണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഏത് സെക്സിലാണോ ജനിക്കുന്നത് അതേ സെക്സിൽപ്പെട്ടവർ ചെയ്യണമെന്ന് സൊസൈറ്റി പറയുന്ന ജെൻഡർ റോൾസ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ പൊതുവിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ബയോളജിക്കലി ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ അവരെ നമ്മൾ സൊസൈറ്റിയിൽ പൊതുവേ ഒരു മോശം ഇമേജാണുള്ളത് അല്ലേ? നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൈസ വാങ്ങാൻ വരുന്ന ആ ടൈപ്പ് ആൾക്കാരാണ് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും എന്ന് പൊതുവിൽ നമുക്കൊരു അഭിപ്രായമുണ്ട് അല്ലേ? നമ്മുടെ സൂത്രധാരൻ സിനിമയിൽ സലീം കുമാർ ആ കാണിക്കുന്ന ഒരു ക്യാരക്ടർ പോലത്തെ ആൾക്കാരാണ് എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും എന്നാണ് നമ്മൾ പൊതുവിലെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. ഓക്കെ, അപ്പോൾ അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളെന്നല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമുക്കറിയാം ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വന്നിട്ടുണ്ട്, പണി കിട്ടും. ഇനി നമുക്കറിയാം സെക്ഷൽ അസോൾട്ട് ഓൺ വുമൺ, സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അല്ലേ അതിക്രമങ്ങൾ, നിർഭയ കേസ് അല്ലെ, നമ്മൾ ഡൽഹി നടന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നവരാണ്. നമ്മൾ ഈ സൊസൈറ്റിയിൽ തന്നെ ജീവിക്കുന്നവരല്ലേ, നിങ്ങളിത് കാണുന്നവരാണ്, അറിയുന്നവരാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ഉപദ്രവിക്കുന്ന ആ ഒരു പ്രശ്നം വളരെ വലിയൊരു പ്രശ്നമാണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അത് സ്ത്രീകൾക്കാണ് നേരിടേണ്ടി വരുന്നത്. പ്രധാനമായിട്ട് ഫീമെയിൽ ഫീറ്റസൈഡ് എന്ന് വെച്ചാൽ പെൺകുട്ടികളെ ഈ അമ്മയുടെ വയറ്റിലുള്ള സമയത്ത് ഭ്രൂണഹത്യ എന്ന് പറഞ്ഞിട്ട് അല്ല, പെൺകുട്ടി ജനിച്ച് വളരുന്നത് ബുദ്ധിമുട്ടാണെന്ന് കണക്കാക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഉണ്ട്. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ജെൻഡർ അല്ലെ, സ്ത്രീകളെന്ന് പറയുന്നവർക്കെതിരെയുള്ള ഒരു പ്രശ്നമാണ്. ഇനി വർക്ക് പ്ലേസിലല്ലേ, നമ്മൾ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അത് ശാരീരികമായിട്ട് ഉള്ള പ്രശ്നങ്ങളല്ല നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്, വർക്ക് പ്ലേസിൽ അവരെ ഹരാസ്മെൻറ്റ് ചെയ്യുക, സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് തൊഴിലിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ കഴിവില്ല എന്നൊക്കെ ഒരു 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 മുൻവിധിയോടെ പെരുമാറുക, ഇതൊക്കെ എന്താണ്, ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. ഡിസ്ക്രിമിനേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൊതുവിൽ എന്ത് വിളിക്കുന്നത്, ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് വിളിക്കുന്നത്. സ്ത്രീധനം, ഓക്കെ, അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ട്രാൻസ്ജെൻഡർ, സെക്ഷൽ അസോൾട്ട്, ഫീമെയിൽ ഫീറ്റിസൈഡ്, വർക്ക് പ്ലേസിലുള്ളത് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജെൻഡറിൽപ്പെട്ട ആൾക്കാർക്കാണ് ഇത് നേരിടേണ്ടി വരുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ജെൻഡർ ബേസ്ഡ് അസോൾട്ട്. ഇനി ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ജെൻഡറിൽപ്പെട്ട ആൾക്കാരെ നമ്മുടെ പൊതുവിൽ നിന്ന് മാറ്റി നിർത്താം. ഇപ്പോൾ രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്ന്, അപ്പർ ക്ലോത്ത് റിവോൾട്ട് അഥവാ എന്താണ്, മാറുമറയ്ക്കൽ സമരം. ഇത് നമ്മൾ ചാന്നാർ റിവോൾട്ട് എന്ന് വിളിക്കാറുണ്ട്. 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് താഴ്ന്ന ജാതിയിൽ പെട്ടിരുന്നു എന്ന് അന്ന് കരുതിയിരുന്ന സ്ത്രീകൾക്ക് അവരുടെ അപ്പർ ബോഡി, അതായത് നമ്മുടെ ഈ അപ്പർ ബോഡി എന്താണ്, ബ്ലൗസ് അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാനായിട്ടുള്ള അധികാരം അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ നാടാർ സ്ത്രീകളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, അതിനെതിരെ സമരം വരുന്നു. 1813 തൊട്ട് 59 വരെയുള്ള കാലത്ത് ഈ സമരം നടക്കുകയും 59 ഈ പറയുന്ന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം എന്താണ്, നിയമപരമായി കിട്ടുകയും ചെയ്തു. പക്ഷേ
നിയമപരമായി മാത്രമേ വന്നുള്ളൂ. അന്നും പലർക്കും അതിനുള്ള അധികാരം കിട്ടിയിരുന്നില്ല. പിന്നീട് പോകെ പോകെ നമ്മുടെ സമൂഹത്തിൽ വിവരമുള്ളവർ വന്നു എന്നല്ല, ആൾക്കാർ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മുന്നോട്ട് വന്നു, പ്രതിഷേധങ്ങളുണ്ടായി, അങ്ങനെ എന്ത് ചെയ്തു, അവർക്ക് അതിനുള്ള അധികാരം കിട്ടി. ഇന്നിപ്പോൾ അങ്ങനെ ഒരു നിയമത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അന്ന് നമ്മുടെ തിരുവിതാംകൂറിൽ എന്തായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിൽ ഇതുപോലെ പല മോശം നിയമങ്ങളും ഉണ്ടായിരുന്നു. കല്ലുമാല അപ്രൈസിങ് അഥവാ കല്ലുമാല സമരം കൊല്ലത്ത് പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്തിന് പെരിനാട് ലഹള എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുലയ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നോർമൽ ആയിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ല. അതായത് കല്ലിലും പൊട്ടിയ ഗ്ലാസ്സിലും ഒക്കെ ഉള്ള ആഭരണങ്ങളെ മാത്രമേ അവർക്ക് ധരിക്കാനായിട്ട് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നമ്മുടെ അയ്യങ്കാളിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പുലയ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന അയ്യങ്കാളി. ഈ അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു സമരം നടക്കുന്നു. അങ്ങനെ അവർ അവകാശം നേടിയെടുക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ എന്താണ്, ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെ നമ്മൾ എന്ത് ചെയ്തു, എതിർത്ത് വന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇവിടെ എന്ത് പഠിക്കണം? എ മേജർ കോസ് ദാറ്റ് ഹിൻഡേഴ്സ് ജെൻഡർ ഇക്വാലിറ്റി ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. എന്താ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ? Gender discrimination is the process of suppressing other genders for the sake of dominance of one gender. ഒരു ജെൻഡറിൽ പെട്ടവരുടെ ഡോമിനൻസ് കാണിക്കുന്നതിലേക്കായിട്ട് മറ്റു ജെൻഡറിൽ പെട്ടവരെ താഴ്ത്തുക, മനഃപൂർവ്വം താഴ്ത്തി കാണിക്കുന്ന, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കുന്ന പ്രവർത്തികളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അപ്പർ ക്ലോത്ത് റിവോൾട്ടും കല്ലുമാല സമരത്തെ പറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് എന്താണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കോടതി പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പല രാജ്യങ്ങളിൽ, സ്പെയിനിൽ, കാനഡ, ഇന്നിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെതിരെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന കാര്യമാണ് ഞാനിവിടെ നോട്ടായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ? അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. 1-2 നിയമങ്ങൾ നമുക്ക് ടെസ്റ്റ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 14 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഇക്വാലിറ്റി ഫോർ ഓൾ ജെൻഡേഴ്സ്. അതായത് ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൺസും തുല്യരാണ്. ഒരു ജെൻഡർ അല്ലെങ്കിൽ ഒരു എന്താണ് തെറ്റിപ്പോയി അല്ലേ, ഒരു ജെൻഡർ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, വലിയ ആൾക്കാരെന്നോ മറ്റൊരു ചെറുതൊന്നോ ഇല്ല, ഓൾ ആർ ഈക്വൽ അല്ലെ, ഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആർട്ടിക്കിൾ 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് പ്രത്യേകം പറയുന്നത് there shall be no discrimination based on കാസ്റ്റ്, ജെൻഡർ, സെക്സ്, കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ. നമുക്ക് ആവശ്യമുള്ളത് പറയുന്നത് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായതായി കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിൽ പോയിട്ട് അതിനെ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. നമ്മുടെ അവകാശം നേടിയെടുക്കാനുള്ളത് ഒരു അധികാരം നമുക്കുണ്ട്. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഓപ്പർച്യൂണിറ്റീസ് സെയിം ആയിരിക്കണം. തൊഴിലായിക്കോട്ടെ, കോളേജ് സ്കൂളുകൾ അഡ്മിഷൻ ആയിക്കോട്ടെ, എവിടെ ആയാലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ സ്ത്രീക്കും പുരുഷനും തുല്യത ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 19 ABCD എന്ന് കുറേ ഉണ്ട്. അതിൽ 19A പറയുന്നത് എന്താണ്, ഓൾ ജെൻഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഫ്രീലി എക്സ്പ്രസ് ദെയർ ജെൻഡർ ഐഡന്റിറ്റി ത്രൂ ഡ്രസ്സ്, ബിഹേവിയർ ആൻഡ് ആക്ഷൻ. എല്ലാ ജെൻഡേഴ്സിൽ പെട്ടവർക്കും അവർക്ക് തോന്നിയ ജെൻഡർ, അവർ ഏത് ജെൻഡറാണെന്ന് അവർക്ക് തോന്നുന്നു ആ ജെൻഡർ എക്സ്പ്രസ് ചെയ്യാൻ ഇങ്ങനെ വസ്ത്രധാരണത്തിലൂടെ, ബിഹേവിയറിലൂടെ, അവരുടെ പ്രവർത്തികളിലൂടെ അത് പുറത്ത് കാണിക്കാനുള്ള അവകാശമുണ്ട്. ഈ ആർട്ടിക്കിൾ 19 നമുക്ക് കുറേ അവകാശങ്ങൾ തരുന്നുണ്ട്. ഇന്ത്യ മൊത്തം ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള അവകാശം, നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം, അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ABCD എന്ന് കുറേ ഉണ്ട്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, ജെൻഡർ എന്താണോ ആ ജെൻഡർ നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ആർട്ടിക്കിൾ 21 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്, ഓൾ ജെൻഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഡിഗ്നിറ്റി, ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് പ്രൈവസി. എല്ലാ വ്യക്തികൾക്കും അവൻ്റേതായ അന്തസ്സ് അല്ലെ, അവൻ്റേതായ ഫ്രീഡം, അവൻ്റേതായ സ്വകാര്യത ഒക്കെ ഉണ്ട്. ഇതൊന്നും മറ്റൊരാൾക്ക് ഇടപെടാനായിട്ട് പറ്റത്തില്ല. അതായത് ഒരാളെ നമ്മൾ മനഃപൂർവ്വം അയാളെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ എന്തു ചെയ്യും, കോടതിക്ക് ആ ചെയ്ത വ്യക്തിക്കെതിരെ കേസെടുക്കാനുള്ള അവകാശം ഉണ്ട്. ഒരാളുടെ ഫ്രീഡത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരാളുടെ സ്വകാര്യതയിൽ കയറി ഇടപെടരുത്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വകാര്യതയുണ്ട്, അവിടെ കയറി ആവശ്യമില്ലാതെ ഇടപെടരുത്, പണി കിട്ടും. 15A എന്ന സെക്ഷൻ, അതായത് എന്താണ്, ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൺ ടു റിനൗൺസ് പ്രാക്ടീസസ് ഡെറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ. അതായത് എന്താണ്,
സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസും ഉണ്ട്. അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാക്ടീസോ നിയമമോ കസ്റ്റമോ അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിലോ ഒക്കെ ഈ സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അവരുടെ അന്തസ്സിനെ അല്ലെങ്കിൽ അവരുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം, അതിൽ നിന്ന് മാറണം. ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കാര്യം ആണ് പഠിക്കേണ്ടത്. ആർട്ടിക്കിളും അതിൻ്റെ ഉപയോഗവും. 14 ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി പറയുന്നു. 15 ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെതിരെ പറയുന്നു. 16 എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണമെന്ന് പറയുന്നു. 19 എല്ലാവർക്കും അവരുടെ ജെൻഡർ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശത്തെ പറ്റി പറയുന്നു. 21 ഡിഗ്നിറ്റി, ഇൻഡിവിജ്വൽ ലിബർട്ടി, പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ അവകാശമാണെന്ന് പറയുന്നു. 15 AEയിൽ പറയുന്നു എന്താണ്? ഇന്ത്യൻ സിറ്റിസൺസ് എല്ലാം എന്ത് ചെയ്യണം? പ്രാക്ടീസസ് ദാറ്റ് ആർ ഡെറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ, സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം, മാറി നിൽക്കണം, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻഇക്വാളിറ്റീസും മാറ്റി നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എങ്ങനത്തെ സൊസൈറ്റി ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ ജസ്റ്റ് സൊസൈറ്റി. എന്താണ് ജസ്റ്റ് സൊസൈറ്റി? ഏത് സൊസൈറ്റിയിലാണോ ഇക്വാലിറ്റി ഉള്ളത്, ഓക്കെ, ജസ്റ്റ് സൊസൈറ്റി ഈസ് ദ വൺ വിച്ച് every individual receives equal social, economical and political justice irrespective of the caste, gender or religion. അല്ലേ? അതായത് തുല്യത ഉള്ളൊരു സമൂഹത്തെയാണ് നമ്മൾ ജസ്റ്റ് സൊസൈറ്റി, തുല്യത ഉള്ള സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള VR കൃഷ്ണയ്യരുടെ സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് നോക്കുക. എ സൊസൈറ്റി ഈസ് കോൾഡ് ജസ്റ്റ് സൊസൈറ്റി വെൻ എവറി മെമ്പർ ഓഫ് ഇറ്റ് എൻജോയ്സ് ഹാപ്പിനെസ് ആൻഡ് വെൽഫെയർ. പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യം അല്ല ഇത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത്. എങ്കിലും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം, മുന്നോട്ട് വരണം. എല്ലാ ജെൻഡറിൽപ്പെട്ടവർക്കും, എല്ലാ കാസ്റ്റിൽപ്പെട്ടവർക്കും, എല്ലാ എക്കണോമിക് സ്റ്റാറ്റസിൽപ്പെട്ടവർക്കും അവകാശങ്ങൾ തുല്യമായിരിക്കണം. ജീവിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അത് അവൻ്റെ ഓരോരുത്തൻ്റെ സാമ്പത്തികം അനുസരിച്ച്. പക്ഷേ സമൂഹത്തിൽ അവർക്ക് എന്തുണ്ടാവണം? തുല്യത ഉണ്ടാകണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. പഠിക്കാൻ അത്ര രസമുള്ളൊരു ചാപ്റ്ററായിട്ട് എനിക്കും തോന്നുന്നില്ല, എന്നാലും പഠിക്കുക. അപ്പോൾ മോഡൽ ചോദ്യം വരുമ്പോൾ ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നമ്മുടെ ചാനലിലൂടെ അറിയിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തുകൂടെ ചെയ്യുക? നമ്മുടെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.